തിരുവനന്തപുരം ഇതിൽ നിന്നും മുക്തമല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പാകളുടെയും ലൈസൻസ് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പാകളിലും ഞങ്ങൾ പരിശോധന നടത്തും. എല്ലാവർക്കും നമസ്കാരം. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അറിയിക്കാൻ വേണ്ടിയാണ് അവധി ദിവസമായിട്ടും എല്ലാവരെയും വിളിച്ചു വരുത്തിയത്. ഒന്ന്, ഇപ്പോൾ തിരുവല്ലയിൽ അനധികൃത സ്പായുടെ മറവിൽ നടന്ന സംഭവം കേരള മനസാക്ഷി മുഴുവൻ ഞെട്ടിച്ചിരിക്കുകയാണ്. അത് തിരുവല്ലയിൽ മാത്രമല്ല, കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള സെൻറ്ററുകൾ പെരുകുന്നത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്തെ പോലീസ് ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിൽ നിന്നും തിരുവനന്തപുരം ഇതിൽ നിന്നും മുക്തമല്ല എന്നുള്ള വിവരമാണ് ലഭ്യമായിട്ടുള്ളത്. ഇന്ന് രാവിലെ കോർപ്പറേഷൻ സെക്രട്ടറിയുമായി സംസാരിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പാകളുടെയും ലൈസൻസ് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സെക്രട്ടറി ഇന്ന് ഞായറാഴ്ചയായിട്ട് ഓഫീസിലെത്തിയിട്ടുണ്ട്. സെക്രട്ടറിയുമായിട്ട് ഈ മാധ്യമ സമ്മേളനത്തിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ ലൈസൻസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള എല്ലാ സ്പാകളിലും ഞങ്ങൾ പരിശോധന നടത്തും. ഞങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്, പോലീസ് ചില കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ സ്ഥാപനങ്ങൾ പരിശോധനയ്ക്ക് ചെന്നപ്പോഴേക്കും 18 വയസ്സ് കഴിഞ്ഞ ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് എന്ന ഒരു ആനുകൂല്യം വെച്ചുകൊണ്ട്, നിയമപരമായ ആനുകൂല്യം വെച്ചുകൊണ്ട് പോലീസിന് ചില ഇടപെടലുകൾ നടത്താൻ പറ്റിയിട്ടില്ല. കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ ഈ മേഖലയിൽ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. നാളെ കൊണ്ട് അതിനൊരു രൂപമുണ്ടാകും. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിക്കും. അതോടൊപ്പം തന്നെ ക്രോസ് മസാജിങ് വ്യാപകമായി നടക്കുകയാണ്. ഇപ്പോൾ സ്ത്രീകൾ പുരുഷന്മാരെ മസാജ് ചെയ്യാൻ പാടില്ല, തിരിച്ചും പാടില്ല. ഇതാണല്ലോ നിയമം. എന്നാൽ വ്യാപകമായി ഈ സ്പാകളുടെ മറവിൽ ഇത്തരത്തിലുള്ള മസാജിങ് നടക്കുകയാണ്. അതുപോലെ തന്നെ മാസിയർ, ഡോക്ടർ, ഇവർ രണ്ടുപേരുടെയും സാന്നിധ്യം നിർബന്ധമാണ്. ലൈസൻസ് കൊടുക്കുമ്പോൾ തന്നെ പറയാറുണ്ട്. പക്ഷേ പല സ്ഥലങ്ങളിലും അംഗീകൃത മാസിയറും ഉണ്ടാകാറില്ല, ഡോക്ടർമാരും ഉണ്ടാകാറില്ല. അത് ഞങ്ങൾ പരിശോധന നടത്തും. അതോടൊപ്പം തന്നെ ചില ഡോക്ടർമാർ ഇക്കാര്യങ്ങൾക്ക്, ഇത്തരത്തിലുള്ള നിയമവിരുദ്ധമായ കാര്യങ്ങൾക്ക് ഒത്താശ ചെയ്യുന്നു എന്നുള്ള വിവരവും ലഭിച്ചിട്ടുണ്ട്. ആ ഡോക്ടർമാർ പോലീസിൻ്റെയും കോർപ്പറേഷൻ്റെയും കർശന നിരീക്ഷണത്തിലാണ്. മെഡിക്കൽ കൗൺസിലിനെ വിവരം അറിയിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കും. മറ്റൊന്ന്, ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇത്തരത്തിലുള്ള അനധികൃത മാഫിയകളുമായി സൗഹൃദം സ്ഥാപിച്ചിട്ടുണ്ട്. അവരെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ട്. അത് കോർപ്പറേഷൻ വിവരങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് അവരുടെ വിവരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി കോർപ്പറേഷനും പോലീസും സംയുക്തമായി ചില ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടി ആലോചിക്കുന്നുണ്ട്. ഒരു കാര്യം തീർത്തും പറഞ്ഞിരിക്കുകയാണ്, ഇത്തരം ലൈസൻസിൻ്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങളും അനധികൃത പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തുവാനെന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള ഒരു ഉടമസ്ഥരും വിചാരിക്കേണ്ട, ശക്തമായ നടപടികൾ സ്വീകരിക്കും. ഇവരുടെയൊക്കെ തന്നെ ലൈസൻസ് ക്യാൻസൽ ചെയ്യും. അതോടൊപ്പം തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് ക്രിമിനൽ നടപടികൾ സ്വീകരിക്കും. വളരെ അപകടകരമായ, ഏറ്റവും ദുഃഖകരമായ ചില വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി നമ്മുടെ സെക്രട്ടേറിയറ്റിന് സമീപം ഒരു സ്പാ സെൻറ്ററിലേക്ക് ഒരു കുട്ടിയെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരുന്നു. അതിനുശേഷം അറിയാൻ സാധിച്ചത്, വളരെ വിഷമകരമായ സാഹചര്യത്തിൽ, അതായത് ആ കുട്ടിയെ കയ്യേറ്റം ചെയ്യാൻ വരെ ഉള്ള സാഹചര്യം അവരുടെ ഉടമസ്ഥൻ്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നാണ് മനസ്സിലാക്കുന്നത്. അവർ കോർപ്പറേഷനെ ബന്ധപ്പെട്ടില്ല. ഇത് ലഭ്യമായൊരു വിവരമാണ്. അവരോട് നിയമ നടപടി സ്വീകരിക്കണമെന്നും ഞങ്ങൾക്ക് വിവരം തന്നവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്.
എക്സാക്റ്റ് റിപ്പോർട്ട് എടുക്കാൻ ഇന്ന് രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തേ? അല്ല, അതും പരിശോധിക്കണം. സെക്രട്ടറി ഇന്ന് വന്നിട്ടുണ്ട്. സെക്രട്ടറി വളരെ ഗൗരവമായിട്ട് ഈ കാര്യങ്ങൾ അറിഞ്ഞ ഉടൻ തന്നെ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിരുന്നു. ചില ഉദ്യോഗസ്ഥരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു, പോലീസിൻ്റെ ഉന്നത അധികാരികളുമായി ബന്ധപ്പെട്ടിരുന്നു. ആ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കോർപ്പറേഷൻ സെക്രട്ടറി ഞായറാഴ്ചയായിട്ട് പോലും കോർപ്പറേഷനിലെത്തി ചില കാര്യങ്ങൾ പരിശോധിക്കുന്നത്. തീർച്ചയായിട്ടും അതാണ് ഞാൻ പറഞ്ഞത്. പോലീസ് മാത്രം ചെല്ലുമ്പോഴേക്കും ചില നിയമകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവർ തടിതപ്പാറുണ്ട്. അപ്പോൾ പോലീസും കോർപ്പറേഷനുമായി സംയുക്തമായി ഇടപെടേണ്ട ഘട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ഇടപെടും. അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അംഗീകൃത മാസിയർ ഉണ്ടാകണം, ഡോക്ടർ ഉണ്ടാകണം. ഇവരൊന്നും തന്നെ ഉണ്ടാകാറില്ല. പലപ്പോഴും ഈ ഉള്ളവർ തന്നെ ചില കാര്യങ്ങൾക്ക് തെറ്റായ കാര്യം ക്രോസ് മെസ്സാജിന് കൂട്ടുനിൽക്കുകയാണ്. ഒരു കാരണവശാലും ക്രോസ് മെസ്സാജിങ് അനുവദിക്കില്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തരത്തിലുള്ള ഒരു നടപടികൾ അനുവദിക്കില്ല. ശക്തമായ ഇടപെടലുകൾ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകും. കോർപ്പറേഷൻ പരിശോധന നടത്തേണ്ട സ്ഥലം കോർപ്പറേഷൻ പരിശോധന നടത്തും, പോലീസ് പരിശോധന നടത്തേണ്ട സ്ഥലം പോലീസ് പരിശോധന നടത്തും. അത് 1 വർഷത്തേക്കാണ് സാധാരണ കൊടുക്കുന്നത്. അപ്പോൾ കൊടുത്തതിൽ എന്തെങ്കിലും തന്നെ ക്രമവിരുദ്ധമായി ഉണ്ടോ എന്നൊക്കെ ഞങ്ങൾ പരിശോധിക്കും. അല്ല, ഞങ്ങൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ. ഞങ്ങൾ ആ ഡോക്യുമെൻറ്റ്സ് എടുത്ത ഏതൊക്കെയാണ് ഇല്ലീഗലായിട്ടുള്ളത്, ഏതിനൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്, ലൈസൻസ് കൊടുത്തതിനൊക്കെ തന്നെ എല്ലാ രേഖകളും വാങ്ങിയിട്ടുണ്ടോ, അതൊക്കെ തന്നെ അതിൽ പറയുന്ന കണ്ടീഷൻസ്, ടേംസ് ആൻഡ് കണ്ടീഷൻസ് അനുസരിച്ചാണോ പ്രവർത്തിക്കുന്നത്, അക്കാര്യങ്ങളിലേക്ക് ഞങ്ങൾ പരിശോധിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, സൺഡേ ആയിട്ട് പോലും ഞങ്ങൾ അത്രയും ഗൗരവമുള്ള കാര്യമായതുകൊണ്ടും ഒരു കാരണവശാലും അത് അനുവദിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് സൺഡേ ആയിട്ട് പോലും ഞങ്ങൾ അത്രയും ഗൗരവമായിട്ട് ഇടപെടുന്നത്. അല്ല, ഞാൻ പറയാമല്ലോ, നമുക്കറിയാമല്ലോ, എല്ലാ മേഖലയിലും ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ ചില സ്ഥലങ്ങളിൽ സഹായിക്കുന്നുണ്ടല്ലോ. അതൊന്നും ഇല്ലാതെ ഇങ്ങനെയുള്ള ഇല്ലീഗൽ ആക്ടിവിറ്റീസ് പെരുമാറാൻ സാധിക്കുമോ? ഇപ്പോൾ കൊച്ചി കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇത്തരത്തിലുള്ള കേന്ദ്രങ്ങളുടെയൊക്കെ പിറകിൽ പല വളരെ കുപ്രസിദ്ധരായ ഗുണ്ടകളുമാണ്. തിരുവനന്തപുരത്തും അത്തരത്തിലുള്ള പ്രവണതകൾ കണ്ടുവരുന്നുണ്ട്. അത് ഞങ്ങളെക്കാൾ ഇൻഫർമേഷൻ പോലീസിനുണ്ട്. അപ്പോൾ ഒരുമിച്ചുള്ള ചില ഘട്ടങ്ങളിൽ ഭരണ സംവിധാനങ്ങൾ ഒരുമിച്ചുള്ള ഇടപെടലുകൾ ആവശ്യമാണ്. അതിന് തന്നെയാണ് ഞങ്ങൾ മുതിരുന്നത്. അത് പോലീസ് സംവിധാനം ശ്രദ്ധിക്കേണ്ടതാണ്. ഞങ്ങളെക്കാൾ കൂടുതൽ അവർക്കുണ്ടാവുമല്ലോ. ഒരുമിച്ച് പോകുമ്പോൾ എന്ന് പറയുമ്പോൾ അതിനതിൻ്റേതായ എടുക്കേണ്ട തയ്യാറെടുപ്പ് മുന്നൊരുക്കങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ. അല്ല, ലൈസൻസ് ഉണ്ടാകുമ്പോഴേക്കും ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിക്കണം. ക്രോസ് മെസ്സാജിങ് പാടില്ല. അവിടെ അംഗീകൃത മാസിയർ ഉണ്ടാവണം, അതുപോലെ തന്നെ ഡോക്ടർ ഉണ്ടാകണം. പിന്നെ ഇപ്പോൾ തിരുവനന്തപുരത്തൊരു 15 ക്യൂബിക്കിൾ ഉണ്ടാക്കിയതിന് ശേഷം ആരെങ്കിലും പ്രത്യേകിച്ച് റെക്കമെൻഡ് ചെയ്താൽ മാത്രമേ അതിനകത്ത് കയറാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ചില കേന്ദ്രങ്ങൾ ഉണ്ടാകുന്ന മനസ്സിലാക്കാൻ സാധിക്കും. അതിനെയൊക്കെ പൊളിക്കേണ്ട സമയം കഴിഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, ഏത് തരത്തിലാണ് ചെയ്യാൻ പറ്റുന്നതെന്ന് സെക്രട്ടറിയുമായും ഹെൽത്ത് ഓഫീസറുമായിട്ടൊക്കെ സംസാരിക്കേണ്ടതായിട്ട്. ഓക്കെ, അതാണ് അതിലോട്ടാണ് വരുന്നത്. ഞാൻ 2 കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ആദ്യം ഏറ്റവും ഗൗരവം എന്ന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കരിക്കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഈ സ്പാ നടത്തുന്ന അവരുടെ അടുത്ത് എത്തണം, ജനങ്ങളുടെ അടുത്ത് എത്തണം. മാധ്യമങ്ങൾ, പോലീസും ഒക്കെ തന്നെ വിജിലൻ്റ് ആവണമല്ലോ. നമുക്ക് ഒരു നിമിഷം പോലും ഇക്കാര്യത്തിൽ അമാന്തിക്കാൻ പാടില്ലാത്തതുകൊണ്ടാണ്. പിന്നെ നാളെ, അത് നേരത്തെ തന്നെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്ത കാര്യമാണ്, അതിലെല്ലാ വാർത്തകളും വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം, പ്രത്യേകിച്ചും തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോടൊക്കെ തന്നെ എല്ലാ സ്ഥാപനങ്ങളിലും BJPക്ക് നല്ല മുന്നേറ്റം ഉണ്ടായ മുന്നേറ്റം. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണത്തിൽ BJPക്ക് എത്താൻ സാധിച്ചു. അത് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെ വികസന കുതിപ്പിന് ഒരുപാട് ഗുണം ചെയ്യുമെന്ന് മനസ്സിലാക്കിയിട്ട് തന്നെയാണല്ലോ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയും തിരുവനന്തപുരത്ത് എത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്ന് പ്രധാനമന്ത്രി തന്നെ തിരുവനന്തപുരത്തെ ഈ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കുവാൻ വേണ്ടിയുള്ള എല്ലാ പിന്തുണയും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും എന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിനെ തുടർന്നും ഉള്ള ദിവസങ്ങളിലും BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ്റെ നേതൃത്വത്തിൽ പലതരത്തിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. പല കേന്ദ്രമന്ത്രിമാരെയും ഞങ്ങൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ തന്നെ തുടർച്ചയായിട്ട് ഡൽഹിയിലേക്ക് ഈ ജനപ്രതിനിധികളെ എല്ലാവരെയും ക്ഷണിച്ചിരിക്കുകയാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. നാളെ രാവിലെ കേരളത്തിൽ നിന്നുള്ള
തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി, അതായത് ജനപ്രതിനിധികളിൽ നിന്നും തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള എല്ലാ കൗൺസിലർമാരും, അതോടൊപ്പം തന്നെ മറ്റുള്ള ജില്ലകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻറ്റ്, മുനിസിപ്പൽ ചെയർമാൻ, അങ്ങനെയുള്ള കാറ്റഗറി പ്രവർത്തകർ നാളെ രാവിലെയുള്ള കേരള എക്സ്പ്രസിൽ പോകും. ഇന്നലെ BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് സുരേഷ് എൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 11-ാം തീയതി അവിടെ എത്തും. അതിനുശേഷം നിശ്ചയിക്കപ്പെട്ട പരിപാടിയിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ്റെ വസതിയിലും അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രിയുടെ വസതിയിലും ഞങ്ങൾ ഒരുമിച്ച് കൂടും. അതോടൊപ്പം പാർലമെൻറ്റ് സന്ദർശനം, BJPയുടെ അഖിലേന്ത്യാ ഓഫീസ്, പിന്നെ ചില കേന്ദ്രമന്ത്രിമാരുമായിട്ട്, അതായത് കോർപ്പറേഷൻ ഭരണത്തിന് ഗുണകരമാകുന്ന രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുന്ന മിനിസ്ട്രികളുണ്ട്, അർബൻ മിനിസ്ട്രി ഉൾപ്പെടെ. അവരുടെ അപ്പോയിൻമെൻറ്റ് ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. കിട്ടുന്ന മുറയ്ക്ക് അവരെയൊക്കെ കണ്ട് വിവിധ പദ്ധതികൾ ചർച്ച ചെയ്യും. അന്നത്തെ ഞങ്ങൾ കൊടുത്തല്ലോ, അന്നത്തെ കൊടുത്തു. അതിനുശേഷം ഞങ്ങൾ കോൺക്ലേവിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന് ഇപ്പോൾ വാർഡ് സഭകൾ നടക്കുകയാണ്. ഞാനിപ്പോൾ ജഗതി വാർഡ് സഭയിൽ പങ്കെടുത്തിട്ടാണ് വന്നത്. ഇനി കൊടുങ്ങാനൂരും കടകംപള്ളിയിൽ ഇന്ന് ഞാൻ പങ്കെടുക്കുന്നുണ്ട്. മറ്റുള്ള ഏകദേശം എല്ലാ ഇന്നൊരു എനിക്ക് തോന്നുന്നൊരു 60 വാർഡുകളിൽ വാർഡ് സഭ നടക്കുകയാണ്. 14-ാം തീയതിക്ക് മുമ്പ് ബാക്കിയുള്ള വാർഡുകളിലൂടെ നടക്കും. അപ്പോൾ അവിടെ നിന്ന് കൗൺസിലർമാരുടെ തന്നെ റിപ്പോർട്ട് വരും. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ കോൺക്ലേവ് നടത്തും. അപ്പോൾ ഇപ്പോൾ ബഡ്ജറ്റ് പ്രപ്പോസൽ നമ്മുടെ ഡെപ്യൂട്ടി മേയറൊക്കെ തന്നെ പല പ്രമുഖ തിരുവനന്തപുരത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വേണ്ടി നിൽക്കുന്ന ആൾക്കാരുടെ നിന്ന് പ്രപ്പോസൽ വാങ്ങുന്നുണ്ട്. ഇതൊക്കെ ആയിട്ട് ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് എന്തായാലും ഞങ്ങൾ പ്രാഥമികമായിട്ട് രേഖ കൊടുത്തു നിങ്ങളുടെയൊക്കെ മുൻപിൽ എത്തിയിട്ടുണ്ട്. കുറച്ചുകൂടി ആധികാരികമായിട്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കും. ഈ യാത്രയിൽ അത് സാധിക്കില്ല, കാരണം വാർഡ് സഭ 14-ാം തീയതി കൊണ്ടേ തീരുള്ളൂ. ബഡ്ജറ്റിൻ്റെ തയ്യാറെടുപ്പ് വളരെ സജീവമായിട്ട് മുമ്പോട്ട് പോകുന്നു. നല്ല പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റായിരിക്കും. തിരുവനന്തപുരത്തിൻ്റെ വളരെ വലിയ പ്രതീക്ഷ നൽകുന്ന ബഡ്ജറ്റായിരിക്കും. എന്തേ അതിൽ ഞങ്ങൾ തുടരേണ്ട ഏതെങ്കിലും ഉണ്ടെങ്കിൽ, പദ്ധതികൾ ഉണ്ടെങ്കിൽ ഞങ്ങൾ തുടരും. ഇപ്പോൾ തന്നെ ഈ ഭരണസമിതി ചുമതലയിൽ വന്നതിന് ശേഷം ആദ്യമായി ഒപ്പുവെച്ചത് വയോമിത്രം പരിപാടി കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള 50 ലക്ഷം രൂപ അനുവദിച്ചുകൊണ്ടാണല്ലോ. അങ്ങനെയൊക്കെ തുടരേണ്ട പദ്ധതികളുണ്ട്. പദ്ധതികൾ തുടരും. പുതുതായി ആവിഷ്കരിക്കേണ്ടവ ആവിഷ്കരിക്കും. ഓക്കെ. 23 ആയിട്ടുണ്ട്. 29 നമ്മൾ കൊടുത്തത്. പക്ഷേ ഈ ബസ് വന്നതിന് ശേഷം നിരവധി കൗൺസിലർമാർ വീണ്ടും ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അത് ഇനിയും KSRTCയുമായി അടുത്ത ഘട്ടം സാധിക്കുമെങ്കിൽ ചർച്ച ചെയ്യും, സംസാരിച്ചിട്ടുണ്ട്. അതിനുശേഷം KSRTC അതിനെക്കുറിച്ച് പഠിക്കും. കാരണം അവിടെ കൗൺസിലർമാർ പറയുമ്പോൾ പല സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിലുമൊക്കെ ഇപ്പോൾ എൻ്റെ വാർഡിൽ നിന്നും പല സ്ഥലത്തുനിന്നും പറയുന്നുണ്ട്. പക്ഷേ അത് വയബിളായിരിക്കില്ല. KSRTCയുമായിട്ട് അവരാണല്ലോ ശാസ്ത്രീയമായിട്ട് അക്കാര്യത്തിൽ അറിവുള്ളവർ. അവരുമായിട്ട് സംസാരിച്ചതിന് ശേഷം മുമ്പോട്ട് പോകും. എന്തായാലും ബസ് വന്നല്ലോ. വരട്ടെ, പറയാം. അതിൻ്റെയൊക്കെ പറഞ്ഞ് ഇപ്പോൾ ബസ് തന്നെ നിങ്ങൾ പിറ്റേ ദിവസം ചോദിച്ചല്ലോ. ഇപ്പോൾ ഞങ്ങൾ ആദ്യം വിഷയം ഓപ്പൺ ചെയ്തതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ മാധ്യമപ്രവർത്തകർ ബസ്സിൻ്റെ കാര്യം എന്തായെന്ന് ചോദിച്ചല്ലോ. ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊന്ന് കാത്തിരിക്കാനായിട്ട്. ഇന്നലെ ബസ് വന്നില്ലേ. അതുപോലെ തെരുവുനായ്ക്കളുടെ വിഷയം ആദ്യം പറഞ്ഞതിന് ശേഷം എല്ലാ ദിവസവും ചോദിക്കും എന്തായെന്ന്. 50 എണ്ണത്തിന് ഷെൽട്ടറിലാക്കിയപ്പോഴേക്കും നിങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞു. അക്കാര്യം ഇപ്പോൾ നടക്കുന്നുണ്ട്. മിക്കവാറും ഒരു 2 ആഴ്ചയ്ക്കകം ഒരു ഷെൽട്ടർ അതെ അവർ പരാതി നൽകി നിയമപരമായിട്ട് ശക്തമായ നടപടിയായിട്ട് അവർ മുന്നോട്ട് പോകണം. ശക്തമായ സമരങ്ങൾ അവർ നടത്തണം. ഞങ്ങൾ കൊണ്ടിട്ട 50 നായ്ക്കൾ അവിടെ തന്നെ സുഖമായിട്ട് പാർക്കുന്നു. പഞ്ചായത്ത് വിഷയത്തിൽ നോട്ടീസ് നൽകിയിട്ടുണ്ടല്ലോ, അതായത് പശു വളർത്തൽ കേന്ദ്രമായിട്ടാണ് പറഞ്ഞിരുന്നത്, പിന്നീട് കെട്ടിപ്പറിച്ച് നായ്ക്കളെ വെച്ചു പറഞ്ഞിട്ടാണ് ഇപ്പോൾ പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അവർക്ക് നിയമപരമായ എല്ലാ നടപടിയും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ശരി, പോയിരുന്നു. അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ പോയിരുന്നു. മേയർ നേരത്തെ പോയി കണ്ടിരുന്നു. ഞാൻ വിദഗ്ധനല്ല, അതുകൊണ്ട് അവിടുത്തെ സാങ്കേതിക വശമൊന്നും എനിക്കറിയില്ല, രാഷ്ട്രീയ വശം മാത്രമേ അറിയുള്ളൂ. അവിടെ നായ്ക്കൾക്ക് പാർക്കാനുള്ള സൗകര്യമുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ് നമ്മുടെ പരിമിതമായ അറിവ് വെച്ചിട്ട് നോക്കിയിരുന്നു. ഡോക്ടറുണ്ടായിരുന്നു, അനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ വന്നിരുന്നു. സ്വാഭാവികമായിട്ടും നിയമപരമായിട്ടുള്ള എല്ലാ പ്രക്രിയകളും പൂർത്തിയാക്കിയിട്ടാണ്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഇത്രയും കോൺഫിഡൻസ് ഇല്ല. അത് അന്നേ പറഞ്ഞല്ലോ, 50 നായ്ക്കളെ അവിടെ ഇട്ടു. അതൊരു പൈലറ്റ് പ്രോജക്റ്റാണ്. അതിനെ മാറ്റുന്ന പ്രശ്നമില്ല. പുതിയ നായ്ക്കളെ അങ്ങോട്ട് കൊണ്ടുള്ള ഉദ്ദേശവുമില്ല. അതിന് വേറെ സംവിധാനം. അല്ല, അവിടെ നിയമപരമായിട്ടാണ് എല്ലാം ചെയ്യുന്നത്. അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. കൃത്യമായിട്ട് വേസ്റ്റ് ഒക്കെ മാനേജ് ചെയ്യാനുള്ള ടാങ്ക് നിങ്ങൾക്ക് പോകാമല്ലോ.
എന്നൊരു മാധ്യമപ്രവർത്തകർക്ക് തന്നെ പോയിട്ട് അവിടെ അരുതാത്ത എന്തെങ്കിലും നടക്കുന്നുണ്ടോ, നായ്ക്കളുടെ ഹെൽത്ത് എങ്ങനെയുണ്ട്, കൃത്യമായിട്ട് ഓരോ ദിവസവും അതിനെ മെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ, ഡോക്ടറുണ്ടോ, നിങ്ങൾക്ക് പരിശോധിക്കാം. നത്തിങ് ടു ഹൈഡ്. ഇത്രയും ട്രാൻസ്പെറൻ്റ് എവിടെ ആരാ പറയുന്നത്? അവിടെ ഇപ്പോൾ ഒരു 60 നായ്ക്കളെ നമുക്ക് സർജറി കഴിഞ്ഞ് പാർപ്പിക്കാൻ പറ്റുന്ന അതാണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ദിവസം പക്ഷേ നമുക്കൊരു 4 എണ്ണം അല്ലെങ്കിൽ 5 ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കത് പോരാ. നമുക്കിപ്പോൾ 100 എണ്ണം ഒരു ദിവസം 100 നായ്ക്കളെ സർജറി ചെയ്യാൻ സാധിച്ചാൽ 100 ദിവസം കൊണ്ട് നമ്മുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ എല്ലാ നായ്ക്കളെയും സർജറി ചെയ്യാം. പക്ഷേ ഒരു ദിവസം 100 എണ്ണത്തിന് സർജറി ചെയ്യുമ്പോൾ ഒരു 500 എണ്ണത്തിനെ പാർപ്പിക്കാനുള്ള സൗകര്യം വേണം. കാരണം 5 ദിവസം ഇതിന് റെസ്റ്റ് കൊടുക്കണ്ടേ. അപ്പോൾ 500 എണ്ണത്തിനെ പാർപ്പിക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ദിവസം 100 എണ്ണത്തെ സർജറി ചെയ്യാൻ പറ്റൂ. ചെയ്തുകൊണ്ടിരുന്ന അങ്ങനെയാണ്. പക്ഷേ ഞങ്ങളിപ്പോൾ 50 എണ്ണത്തിന് അങ്ങോട്ട് മാറ്റിയല്ലോ. ഇനിയും തെരുവിൽ തന്നെ തുറന്നു വിടാതെ വേറെന്തെങ്കിലും ഓൾട്ടർനേറ്റീവ് ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. തെരുവിൽ തുറന്നു വിടാതെ ഓൾട്ടർനേറ്റീവ് എന്തെങ്കിലും വിഴിഞ്ഞത്ത് ചെയ്തതുപോലെ മിക്കവാറും ഒരു 2 ആഴ്ചയ്ക്കകം അടുത്തൊരു ഷെൽട്ടറിൻ്റെ ഒരു 2-3 ഏക്കർ സ്ഥലത്തിൻ്റെ എഗ്രിമെൻ്റ് എഴുതാൻ സാധിക്കുമെന്നുള്ള വിശ്വാസമാണുള്ളത്. നാളെ എഴുതുമെന്ന് മേയർ പറഞ്ഞെന്ന് പറഞ്ഞോളല്ലേ. നല്ല പരിശ്രമം നടത്താനുള്ള വിശ്വാസമാണുള്ളത് കൊടുക്കാവുള്ളൂ. കോർപ്പറേഷൻ ഞാൻ 2 വിഷയമാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ചത്. അക്കാര്യങ്ങൾ പറയാം. എനിക്ക് തോന്നുന്നു മുൻ സംസ്ഥാന അധ്യക്ഷൻ സുരേന്ദ്രൻജി ഇന്ന് പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ വിഷയം പരാമർശിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്.